ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അദ്വൈത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് പുതിയതായിട്ട് കിടക്കുകയാണ്. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. എന്താ പറയുക, കൂടുതലായിട്ട് നിങ്ങൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് ഒരു വർക്ക് കിട്ടിയൊരു സംഭവമാണ്. അപ്പം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അധികം നീട്ടാതെ നമ്മൾ നേരെ ടോപ്പിക്കിൽ കിടക്കാം. നമ്മളെ ടോപ്പിക്ക് ഓക്കെ ഗൈസ്, ഇനി നമ്മൾ അധികം വലിച്ചു നീട്ടാതെ നമ്മളെ എന്താ പറയുക, കടമ്പയിലേക്ക് കടന്നു പോകുന്നുണ്ടാവും. അപ്പം ഇപ്പം നമ്മൾ നിലവിൽ ഏകദേശം കുറച്ച് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഡ്രീംസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് തുടങ്ങാൻ പറ്റിയ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വഴിയെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. കാരണം ഈ വിഷ്വലൈസേഷൻ്റെ പവർ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുൻപ് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് അടിച്ചാൽ വിഷ്വലൈസേഷനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ ഈ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉൾക്കണ്ണിലൊരു കാഴ്ച ഉണ്ട്. ആ ഉൾക്കണ്ണിലൊരു കാഴ്ച നമുക്ക് എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ട് നമ്മളതിനെ നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ ഒരു ആഗ്രഹമുണ്ട്. ഈ ഒരു ആഗ്രഹത്തെ നിങ്ങൾ എത്രത്തോളം അതിനെന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. മീൻസ് നിങ്ങൾ അത് നേടുന്നതായിട്ടോ അത് നിങ്ങളെ ഉൾക്കണ്ണിലേക്ക് അതെടുത്ത് അത് നിങ്ങൾ ഒന്നും കൂടെ ഡീപ്പായിട്ട് ആലോചിച്ച് ചിന്തിച്ച് ആ സാധനം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൺമുന്നിലേക്ക് വരാൻ സാധ്യത നല്ല കൂടുതലാണ്. കാരണം അത് ബെസ്റ്റ് ഒരു എക്സാമ്പിളായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ടോപ്പിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ 2-3 ദിവസം മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു വിഷ്വലൈസേഷൻ ചെയ്യാനുള്ളത്. വിഷ്വലൈസേഷൻ്റെ പവർ നിങ്ങൾ ഓരോരുത്തരും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വിഷ്വലൈസേഷൻ എപ്പോഴും എന്താ പറയുക, നമ്മളെ ലൈഫിലൊരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു സംഭവമല്ല. അങ്ങനെ നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ വിഷ്വലൈസേഷൻ അത്രയും നല്ല ബ്രീഫായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിഷ്വലൈസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിഷ്വലൈസേഷൻ ആസ് എ പാർട്ട് ഓഫ് എ സക്സസ്. ഓക്കെ, അപ്പോൾ ഈ വിഷ്വലൈസേഷൻ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്യുക. നിങ്ങൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് മുന്നേ ആ കാര്യം നേടിയതായിട്ട് മാനിഫെസ്റ്റേഷൻ വേറെയാണ്. ഇത് വിഷ്വലൈസേഷൻ തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന പരിപാടിയാണ്. എനിക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിനെ കുറച്ചുകൂടി കൂടുതലായിട്ട് എന്താ പറയുക, അതിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിഷ്വലൈസേഷൻ എന്ന മെത്തേഡ് ചൂസ് ചെയ്യുക. ഓക്കെ.